ഓക്കെ, അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് ഡീൽ ചെയ്യുന്നത്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ 10th ചാപ്റ്റർ ആയ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആണ് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ പറഞ്ഞു. മേജർ ഡിസിഷൻസ് ഇൻവോൾവ് ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ, ഫിനാൻസിങ് ഡിസിഷൻ, അങ്ങനെ ഡിസിഷൻസ് പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റ് ഓർ മേക്കിംഗ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓർ വർക്കിംഗ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്ന കേസ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം അതിനകത്ത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ഒരു ഫുൾ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. എല്ലാ തവണ ഇതിൽ നിന്ന് 8 മാർക്ക് മുതൽ 12 മാർക്ക് വരെ CMAക്ക് 9th ലോട്ടിൽ ക്വസ്റ്റ്യൻ ഇന്റർ സെക്കൻഡ് ഗ്രൂപ്പിൽ ഉണ്ടാവും. നമുക്ക് ഉറപ്പായിട്ടും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഡിറ്റോ ക്വസ്റ്റ്യൻ ആണ് ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോജക്റ്റ് അപ്രൈസൽ ആണ്. ഇവിടെ പ്രോജക്റ്റ് അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. ഇവിടെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുമ്പോൾ സിംപ്ലി ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മളിവിടെ നടത്തുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ലോങ് ടേം വ്യൂ ആണ്. നമ്മൾ ഒരു ലോങ് ടേം വ്യൂ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇൻവെസ്റ്റ്മെന്റ് നടത്തും. അപ്പൊ നമുക്ക് ഒന്നിൽ കൂടുതൽ അൾട്ടർനേറ്റീവ്സ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ്, പ്രപ്പോസൽസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. നമുക്ക് ഏത് ഓപ്ഷൻ ആണ് ബെറ്റർലി ചൂസ് ചെയ്യേണ്ടത് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ ഇതിലൊരു കൺഫ്യൂഷൻ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഇൻവെസ്റ്റ്മെന്റ് അവന്യൂ നമ്മൾ ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റ് നമ്മൾ ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് അവന്യൂ നമ്മൾ ചൂസ് ചെയ്യണം. അതിനാണ് നമ്മളിവിടെ ഒരു കൺസെപ്റ്റ് പറയുന്നത് പ്രോജക്റ്റ് അപ്രൈസൽ. പ്രൊജക്ട് അപ്രൈസൽസ് മെത്തേഡ്സ്. അതിനകത്ത് ട്രഡീഷണൽ മെത്തേഡ്, ഡിസ്കൗണ്ടഡ്, ക്യാഷ് ഫ്ലോ മെത്തേഡ്സ്. ട്രഡീഷണൽ മെത്തേഡ്സിനകത്ത് 2 മെത്തേഡ്സ് ആണ് നമുക്കുള്ളത്. പേ ബാക്ക് പീരീഡ് മെത്തേഡ്, payback period method, then accounting rate of return, that is what called ARR, then discounted cash flow method. Discounted cash flow method നകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുണ്ട് NPV. എല്ലാ തവണയും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് NPV ആണ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് അപ്രൈസൽ മെത്തേഡ് ആണ് നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ്, NPV. Then IRR, internal return, rate of return. Profitability index method, then modified internal rate of return, modified IRR, internal rate of return, then terminal value method, discounted payback period. ഓക്കെ, ദെൻ പേബാക്ക് പീരീഡ് ട്രഡീഷണൽ മെത്തേഡിലുള്ളതാണ്. ഡിസ്കൗണ്ടഡ് പേബാക്ക് പീരീഡ് എന്ന് പറയുന്നത് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡിലുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പറയാം. ഞാൻ ഒന്നുകൂടെ പറയാം, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ലോങ് ടേം അവന്യൂസ് ആണ്. അപ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ അൾട്ടർനേറ്റീവ്സ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും. പക്ഷേ ഇതിൽ ഏത് ഓപ്ഷനാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെന്റ്സും അല്ലെങ്കിൽ ഓരോ പർട്ടിക്കുലർ പ്രോജക്ട്സും നമ്മൾ എന്ത് ചെയ്യണം? പർട്ടിക്കുലർലി ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഇതിൽ ബെറ്റർ ഏതാണെന്ന് നമുക്ക് ഫൈനൽ റിസൾട്ടോട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചൂസ് ചെയ്യാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്സിനാണ് നമ്മൾ എന്തെന്ന് പ്രോജക്ട് അപ്രൈസൽ മെത്തേഡ്സ് എന്ന് പറയുന്നത്.
അതിന്റെ മൊത്തത്തിൽ രണ്ടായിട്ട് നമ്മൾ ബൈഫർക്കേറ്റ് ചെയ്യുന്നു, 1 and 2. ട്രഡീഷണൽ മെത്തേഡ് ആൻഡ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ്സ്. ട്രഡീഷണൽ മെത്തേഡിനകത്താണ് പേ ബാക്ക് പീരീഡ് മെത്തേഡ്, അക്കൗണ്ടിംഗ് റേറ്റ് ഓഫ് റിട്ടേൺ ദാറ്റ് ഈസ് ARR മെത്തേഡ് എന്ന് പറയും. ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ്, ഫസ്റ്റ് നെറ്റ് പ്രസന്റ് വാല്യൂ, NPV വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കേണ്ട ഒരു സാധനമാണ്. NPV നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ്, IRR ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ്, മോഡിഫൈഡ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്, ടെർമിനൽ വാല്യൂ മെത്തേഡ്, ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് മെത്തേഡ്. ഓക്കെ, നമുക്ക് ഇതിൽ 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് പേ ബാക്ക് പീരീഡ് വെച്ചിട്ടുള്ള പ്രോബ്ലം ചെയ്ത് നോക്കാം. First, payback period method equal to ഒരു സിമ്പിൾ ഇക്വേഷൻ ഉണ്ട്. പേബാക്ക് പീരീഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. ഓക്കെ, ഈ സിമ്പിൾ ഇക്വേഷൻ ആണ് ഫസ്റ്റ് മെത്തഡായ പേ ബാക്ക് പീരീഡ് നമുക്കുള്ളത്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റിൽ, അതായത് നമ്മളൊരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇപ്പോൾ സപ്പോസ് എക്സാമ്പിൾ ഞാനൊരു 1 lakh rupees ഞാനൊരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. ആ ഒരു 1 lakh rupees ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ അതിന്റെ ഒരു പ്രോജക്റ്റിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒരു 5 years ആയിരിക്കും നമുക്ക് ആപ്പാട് കിട്ടുന്നത്. ഈ 5 years ഇടയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് പ്ലസ് നമുക്ക് ആവശ്യത്തിനുള്ള പ്രോഫിറ്റ് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ ജനറേറ്റ് ചെയ്തെടുക്കണം. സാധാരണ ഒരു നോർമൽ കൺസെപ്റ്റ് ആണ്. 1 ലക്ഷം രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു, കുറച്ച് പ്രോഫിറ്റും കൂടെ ചേർത്തിട്ട് നമ്മൾ ഉടനെ നമുക്ക് എന്ത് ചെയ്യണം, അത് തിരികെ എടുക്കണം, റിട്ടേൺ ചെയ്യണം. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ പേ ബാക്ക് പീരീഡ് നമുക്ക് ഇതിൽ സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യനിൽ തരാവുന്നത് ഫസ്റ്റ് പ്രോജക്റ്റിന്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ് തന്നേക്കും. അതാണ് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. നമ്മുടെ കയ്യിരിക്കുന്ന കാശ് പുറത്തോട്ട്, ഫേമിന്റെ കാശ് പുറത്തോട്ട് പോവുകയാണ്. അപ്പം ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഔട്ട്ഫ്ലോ ആണ്, നമ്മൾ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ദെൻ ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ, നമ്മുടെ കയ്യിലോട്ട് ഓരോ വർഷവും വന്നു ചേരുന്ന ക്യാഷ് ആണ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. ഇത് രണ്ടും തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കമ്പയർ ചെയ്തിട്ട് അതിന്റെ ഡിസിഷൻ എടുക്കണം, പേ ബാക്ക് പീരീഡ് കിട്ടും. ദെൻ നമുക്കൊരു ഫസ്റ്റ് ഇല്ലസ്ട്രേഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഇല്ലസ്ട്രേഷൻ പറഞ്ഞിരിക്കുന്നത് ഒരു സിമ്പിൾ ഇക്വേഷൻ ആണ്, ചെറിയൊരു കണക്കാണ്. The project requires an outlay എന്നൊക്കെ ടേം കണ്ടു കഴിഞ്ഞാൽ പുതുതായിട്ട് എഫ് പഠിക്കുന്ന പിള്ളേർക്ക് കുറച്ച് ഇതായിരിക്കും. ഔട്ട്ലേ മീൻസ് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്, പുറത്തോട്ട് ക്യാഷ് പോകുന്നതാണ് ഔട്ട്ലേ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതാണ് അവിടുത്തെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. A project requires an outlay of 50,000 and yields a annual cash inflow of 12,500 for 7 years. Find out the payback period. Okay. ഇവിടുത്തെ outlay or cash outflow or initial investment equal to rupees 50,000. Okay, then annual cash inflow equal to rupees 12,500. Then payback period will be നമ്മൾ എപ്പോഴും ഇക്വേഷൻ ഉള്ള പ്രോബ്ലംസ് ഡീൽ ചെയ്യുമ്പോൾ കൃത്യമായും ആ ഇക്വേഷൻ മെൻഷൻ ചെയ്ത് ഇക്വേഷനിലുള്ള ഓരോ കമ്പോണൻസും പ്രത്യേകം സെപ്പറേറ്റ് എഴുതിയതിനു ശേഷം മാത്രമേ നമുക്ക് ഫൈനൽ ആൻസറിലോട്ട് പോകാവൂ. പേബാക്ക് പീരീഡ് വിൽ ബി 50,000 divided by 12,500 that is equal to 4 years. Okay, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ക്യാഷ് ഇൻഫ്ലോ അപ് ടു 7 years. 7 years വരേക്കും നമ്മൾ ഈ ഒരു 50,000 റുപ്പീസിന്റെ ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ 7 years വരേക്കും നമുക്ക് 12,500 റുപ്പീസിന്റെ ക്യാഷ് ഇൻഫ്ലോ ഗ്യാരണ്ടീഡ് ആയിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്.
നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് ഒരു പ്രോജക്റ്റ്, നമുക്ക് ഒരു സിംഗിൾ പ്രോജക്റ്റ് ആണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ സിംഗിൾ പ്രോജക്റ്റ് ഇവാലുവേറ്റ് ചെയ്യുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഈ പ്രോജക്റ്റിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഡിസിഷനാണ് നമ്മളിവിടെ എടുക്കുക. അപ്പൊ ഈ സിറ്റുവേഷനിൽ നമ്മൾ ഇട്ട കാശ് തിരികെ കിട്ടുമെന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. മൊത്തം 7 വർഷം നമുക്ക് 12,500 രൂപ ഗ്യാരണ്ടി ആയിട്ട് കിട്ടുന്ന കാര്യം മാത്രമേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ 7 വർഷത്തിനിടയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത കാശ് തിരികെ കിട്ടുമോ നോക്കണം. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കാം. ഇവിടെ 50,000 റുപ്പീസ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു, 12,500 നമുക്ക് എന്ത് ചെയ്യുന്നു, ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ഉണ്ട്. ഓരോ വർഷവും 12,500 ഇൻകം ഉണ്ട്. അപ്പൊ 4 ഇയേഴ്സ് കൊണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്ത എമൗണ്ട് ആയ 50,000 റുപ്പീസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ തിരികെ ഗെറ്റ് ബാക്ക് ചെയ്യുന്നുണ്ട് 7 ഇയേഴ്സ് വരെ. അപ്പോൾ ബാക്കി റിമൈനിങ് 3 ഇയേഴ്സ് നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, എക്സ്ട്രാ പ്രോഫിറ്റ് ഫ്രം ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് 100% നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യനിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താം എന്നുള്ള ഡിസിഷനാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. Then illustration 2. Illustration 2. Illustration 2. A project requires a cash outflow of 20,000 rupees and generate cash inflows rupees 8,000 in first year, rupees 7,000 in second year, rupees 4,000 in third year and 3,000 in fourth year. Find out the payback period of the project. Okay, ഇത്രയും കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് 20,000 രൂപയാണ് ഇനിഷ്യൽ ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത്. ഇൻഫ്ലോ എന്ന് പറയുന്നത് ഫസ്റ്റ് 4 ഇയേഴ്സിലെ ഇൻഫ്ലോ തന്നിട്ടുണ്ട്. 8,000 പ്ലസ് 7,000 പ്ലസ് 4,000 പ്ലസ് 3,000 ഡ്യൂറിംഗ് ദ നെക്സ്റ്റ് 4 ഇയേഴ്സ്. ഫൈൻഡ് ഔട്ട് ദ പേബാക്ക് പീരീഡ് ഓഫ് ദ പ്രോജക്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യാം. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ 8,000 പ്ലസ് 7,000 പ്ലസ് 4,000 നമുക്ക് 19,000 റുപ്പീസ് തിരികെ കിട്ടുന്നുണ്ട്. ഓക്കെ, അതായത് 20,000 റുപ്പീസ് ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. 4 ഇയേഴ്സ് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇത് തിരികെ കാശ് എടുക്കാവുന്നത്, ഓപ്ഷൻസ് ഉള്ളത്. അതായത് 4 വർഷം നമുക്ക് എന്ത് ചെയ്യും, ഈ പറഞ്ഞിരിക്കുന്ന എമൗണ്ട്സ് എല്ലാം നമുക്ക് ഇൻഫ്ലോ ഉണ്ടായിരിക്കും. പക്ഷേ ആദ്യത്തെ 3 വർഷം കൊണ്ട് 19,000 യൂണിറ്റ് നമുക്ക് തിരികെ കിട്ടുന്നുണ്ട്. ഇനി എക്സസ് നമ്മൾ ഒരു 1,000 റുപ്പീസ് കൂടെ അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ ഉണ്ട് ഇതിനകത്ത്. ഈ 1,000 റുപ്പീസ് കൂടെ നമുക്ക് തിരികെ കിട്ടുമോ നോക്കിയാൽ മതി. കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇത് അക്സെപ്റ്റ് ചെയ്യാം. ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ദെൻ നമുക്ക് 3 ഇയേഴ്സ് കൊണ്ട് 19,000 റുപ്പീസ് നമുക്ക് ക്യാഷ് ഇൻഫ്ലോ ഉണ്ടാകുന്നുണ്ട്. അപ്പം 4th ഇയറിൽ നമുക്ക് എഗെയിൻ ഒരു 3,000 റുപ്പീസ് ഇൻഫ്ലോ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ 1,000 റുപ്പീസ് കൂടെയാണ് നമുക്ക് ഇവിടെ എക്സസ് തിരിച്ച് ക്യാഷ് ഇൻഫ്ലോ കിട്ടുന്നത്. ഇവിടെ ഈ 12 മന്ത്സ് കൊണ്ട് നമുക്ക് കിട്ടുന്നത് 3,000 റുപ്പീസ് ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1,000 റുപ്പീസിന് എത്ര ദിവസം എടുക്കും എന്ന് നോക്കിയാൽ മതി. ഈ 12 മന്ത്സ് കൊണ്ട് നമുക്ക് കിട്ടുന്നത് 3,000 റുപ്പീസ് ആണ്. അങ്ങനെ 1,000 എത്ര നോക്കുമ്പോൾ 4 മന്ത്സ് എന്ന് കിട്ടും. അപ്പോ പേ ബാക്ക് പീരീഡ് ഈക്വൽ ടു 3 years and 4 months. ഓക്കെ, ഇത് അക്സെപ്റ്റഡ് ഡിസിഷൻ ആണ്. 3 years and 4 months കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഫുൾ നമുക്ക് തിരികെ കിട്ടുന്നുണ്ട്. എക്സസ് വീണ്ടും അഗെയിൻ ഒരു 2,000 റുപ്പീസ് തൊട്ട് അഡീഷണൽ നമുക്ക് ക്യാഷ് ഇൻഫ്ലോ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഇതാണ് അപ്പോൾ പേ ബാക്കിന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ് ആണ്. ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡിലുള്ള മെത്തേഡ് ഫസ്റ്റ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ ARR or സിമ്പിൾ റേറ്റ് ഓഫ് റിട്ടേൺ. ഇതിന്റെ സിമ്പിൾ ഇക്വേഷൻ എന്ന് പറയുന്നത് ARR ഈക്വൽ ടു സിഗ്മ EBIT. ARR equal to sigma EBIT
into what raised to t. T means tax. Then divided by n, the whole divided by investment divided by 2 into 100. Okay, here EBIT means earnings before interest and tax. T indicates tax. Then n equal to number of years. അപ്പോൾ നമുക്ക് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കണ്ടുപിടിക്കണം. സിഗ്മ ദെൻ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കണ്ടുപിടിക്കണം. അതാണ് എൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. Question: The project will cost 40,000. It streams of earnings before depreciation, interest and tax (EBIT), EBDTIT. EBDTIT എന്ന് പറഞ്ഞാൽ ഏർണിങ്സ് ബിഫോർ ഡിപ്രീസിയേഷൻ, ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് ആണ് തരുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന പ്രോഫിറ്റിനകത്ത് ഡിപ്രീസിയേഷനും ഇൻട്രസ്റ്റും ടാക്സും കുറയ്ക്കാത്ത എമൗണ്ട് ആയിരിക്കും. ഏർണിങ്സ് ബിഫോർ ഡിപ്രീസിയേഷൻ, ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ഇയർ ത്രൂ 5 years it is expected to be 10,000, 12,000, 14,000, 16,000 and 20,000, assuming that tax rate 50% and depreciation 20% on straight line basis. Find out the project's ARR. അത്രേ ചോദിച്ചിട്ടുള്ളൂ. നമുക്ക് EBDIT തന്നിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ വേണ്ടത് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്. ഈ ക്വസ്റ്റ്യൻ ഇൻട്രസ്റ്റിന്റെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ലെസ് ചെയ്യാനില്ല. നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ഇയർ, second year, third year, fourth year, fifth year, average. ഇത്രയും കോളാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ആവറേജ് വേണം നിർബന്ധമില്ല. നമുക്ക് ഇത്രയാണ് ശരിക്കും വേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആവറേജ് ഇല്ലാത്ത രീതിയിൽ ചെയ്യാം, സിമ്പിൾ അപ്രോച്ച് ചെയ്യാം. നമുക്ക് EBDIT തന്നിട്ടുണ്ട്. ഏർണിങ്സ് ബിഫോർ ഡിപ്രീസിയേഷൻ, ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. 10,000, 12,000, 14,000, 16,000, 20,000. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഏർണിങ്സ് ബിഫോർ ഡിപ്രീസിയേഷൻ ആൻഡ് ടാക്സ് തന്നിരിക്കുന്നത്. നമുക്ക് ലെസ് ഡിപ്രീസിയേഷൻ അവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 20% ഓൺ സ്ട്രേറ്റ് ലൈൻ ബേസിസ് ആണ്. ഇവിടെ അസറ്റിന്റെ വാല്യൂ, ഇൻവെസ്റ്റ്മെന്റ് അസറ്റ് എന്ന് പറയുന്നത് 40,000 റുപ്പീസ് ആണ്. ഇതിന്റെ 20% എന്ന് പറയുന്നത് സ്ട്രേറ്റ് ലൈൻ ഡിപ്രീസിയേഷൻ ആണ്. അപ്പോൾ 8,000 റുപ്പീസ് കിട്ടും. അത് എല്ലാ വർഷവും സ്ട്രേറ്റ് ലൈൻ ആയതുകൊണ്ട് 8,000 റുപ്പീസ് തന്നെ നമുക്ക് ലെസ് ചെയ്യേണ്ടി വരും. 8,000, 8,000, 8,000, 8,000, 8,000. ഓക്കെ, ഇത്ര ലെസ് ചെയ്യുക. ഇത് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കിട്ടും. ഓക്കെ, ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറയുന്നത് ഇവിടെ 2,000, 4,000, 6,000, 8,000, 12,000. ഇതാണ് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് വേണ്ടത്. നമുക്ക് ഇതാണ് ശരിക്കും വേണ്ടത്. ഇത്ര നമുക്ക് ഇവിടെ കമ്പ്യൂട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ സിംപ്ലിഫിക്കേഷൻ നമുക്ക് ഇതിന്റെ ടോട്ടലാണ് നമുക്ക് വേണ്ടത്. ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും കമ്പ്യൂട്ടേഷൻ ഈ സിമ്പിൾ ഇത്രയും കാര്യങ്ങൾ ആവശ്യമുള്ളൂ. നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ടോട്ടൽ എടുക്കാം. ടോട്ടൽ സിഗ്മ EBIT എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇവിടെ ഇൻട്രസ്റ്റ് കുറയ്ക്കാനില്ല. ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിന്റെ ടോട്ടൽ എടുക്കുന്നു. സിഗ്മ EBIT ഈക്വൽ ടു 2,000 പ്ലസ് 4,000 പ്ലസ് 6,000 പ്ലസ് 8,000 പ്ലസ് 12,000. That is equal to 32,000 rupees എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 32,000 rupees എന്ന് പറയുന്നത് സിഗ്മ EBIT ആണ്. നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. സിഗ്മ EBIT എന്ന് പറയുന്നത് 32,000 rupees ആണ്. ഇൻറ്റു 1 മൈനസ് ടി. ടി എന്ന് പറയുന്നത് ടാക്സ് ആണ്. ടി ഈക്വൽ ടു ഇവിടെ 50% ആണ്.
അപ്പോൾ 50% നമുക്ക് എന്ത് ചെയ്യാം, 50/100 അങ്ങനെ നമുക്ക് എഴുതുമ്പോൾ 0.5 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാം. 50/100 ചെയ്യുമ്പോൾ അപ്പോൾ 1 മൈനസ് 0.5 ദി ഹോൾ ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്ന നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ഇവിടെ 5 ഇയേഴ്സിന്റെ കേസാണ് തന്നിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ 5 ഡിവൈഡഡ് ബൈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ 40,000 ആണ്. 40,000 ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് 40,000 ഡിവൈഡഡ് ബൈ 2. ഇൻ കേസ് അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഡിവൈഡ് ബൈ 2 ചെയ്യണം. ചില ക്വസ്റ്റ്യനിൽ ഒരു 2-3 വർഷമൊക്കെ കഴിയുമ്പോൾ വീണ്ടും അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റിന്റെ റിക്വയർമെന്റ് വരും. ഇത് ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇതിൻ്റെ ഒരു ആൻസർ കിട്ടും. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 32,000 ഇൻറ്റു 0.5, 16,000 ഡിവൈഡഡ് ബൈ 5, 16,000 divided by 5 the whole divided by 20,000 into 100 into 100, then 3,200 divided by 20,000 into 100, that is equal to 16%. 16% ആണ് അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ ഓർ സിമ്പിൾ റേറ്റ് ഓഫ് റിട്ടേൺ. പിന്നെ ഇവിടെ നമുക്കൊരു അക്സെപ്റ്റൻസ് റൂൾ ഉണ്ട്. നമുക്കൊരു മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. അപ്പോൾ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ, അതായത് MMR എന്ന് പറയും നമ്മൾ, മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ. ഓക്കെ, MMR ഈക്വൽ ടു മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പോൾ നമുക്ക് ഇഫ് ARR ഈസ് ഗ്രേറ്റർ ദാൻ MMR, then accept the project. If ARR is less than MMR, then reject the project. If ARR equal to MMR, may or may not be accept or reject the project. ഓക്കെ, ഇതാണ് നമ്മുടെ അക്സെപ്റ്റൻസ് റൂൾസ് എന്ന് പറയുന്നത് ഇൻ കേസ് ഓഫ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പോൾ നമുക്ക് ARR ഉണ്ട്, MMR ഉണ്ട്. മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്ന സാധനം MMR എന്നും പറയും, MRR എന്നും പറയും. മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ, മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ. ഓക്കെ, ഇതാണ് അക്സെപ്റ്റൻസ് റൂൾസ് എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്, നമുക്ക് വലിയ കാൽക്കുലേഷൻ്റെ ഒന്നും ആവശ്യമില്ല. അത് ശരിക്കും ഓൾഡ് മെത്തേഡ്, ഒരു ബേസ് മെത്തേഡിലുള്ള ഒരു രീതിയിൽ അത് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ആ ടെക്സ്റ്റിൽ എത്രയും ഫുള്ളായിട്ട് അത് ചെയ്തിരിക്കുന്നത്. നമുക്കതിൻ്റെ ആവശ്യമില്ല. നമ്മൾ സിമ്പിളായിട്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സിഗ്മ EBIT ഡിവൈഡ് ഇൻറ്റു 1 മൈനസ് T ദി ഹോൾ ഡിവൈഡഡ് ബൈ N ദി ഹോൾ ഡിവൈഡഡ് ബൈ ഇൻവെസ്റ്റ്മെന്റിന്റെ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇക്വേഷൻ കിട്ടും. നമുക്ക് EBIT മാത്രം കണ്ടുപിടിച്ചാൽ മതി. EBIT കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ സെയിൽസ് തന്നിട്ടുണ്ടായിരിക്കും, കോസ്റ്റ് തന്നിട്ടുണ്ടായിരിക്കും, എല്ലാം തന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കൊണ്ടുവരിക. ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് ഇൻട്രസ്റ്റും ടാക്സും കുറയ്ക്കുന്നതിന് തൊട്ട് മുന്നേ ഉള്ളതാണ്. അപ്പോൾ നമ്മളത് കുറയ്ക്കുമ്പോൾ EBIT കിട്ടുന്നു. EBITയുടെ ടോട്ടൽ എടുക്കുന്നു, നമ്മൾ അതിന് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ കാരണം. സിമ്പിളായിട്ട് ARR കിട്ടും. ഓക്കെ 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 അപ്പോൾ നമ്മുടെ ഈ വീഡിയോസ് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ഹിറ്റ് ചെയ്യുക.